ഇത് തോട്ടുങ്കൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു കടപ്പിലാവാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ തയ്യായിരുന്നു, ഒരു കട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. 250 രൂപയ്ക്ക് വാങ്ങിയ തയ്യ. 2 കൊല്ലമായി. ഇപ്പോൾ 2 കൊല്ലം ആവുന്നല്ലോ. ഇപ്പോൾ അതിന്മേൽ കായ പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കടച്ചക്ക കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അതിന് ആൺപൂവാണ് ഈ നീളത്തിൽ കാണുന്നത്. എല്ലാ ജില്ലയിലും ആൺപൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പെൺപൂവ് ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചക്ക നിറയെ പിടിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ കടപ്പിലാവ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വളർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കായൊക്കെ വലുതായി അത് നമ്മൾ അറുത്തെടുത്തതിന് ശേഷം ഒന്ന് പ്രൂൺ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയില്ല. പ്രൂണിനെ കുറിച്ച് അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണം, കടപ്പിലാവിന് പ്രൂൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇത് അവിടെ നിന്ന് വാങ്ങിച്ച കാട്ടിമോൺ മാവാണ്. നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. 1 കൊല്ലമായപ്പോൾ തന്നെ ഇതിൽ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാങ്ങ കുറേ കൊഴിഞ്ഞു പോയി. 4 മാങ്ങയിട്ട് ഞങ്ങൾക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയായിരുന്നു. ഇപ്രാവശ്യം അത് പൂത്ത് കാണാനില്ല. ഇനി എപ്പോഴത് പൂക്കുക എന്ന് പറയാൻ പറ്റില്ല. അതിനങ്ങനെ ഒരു സീസണൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് തോട്ടുങ്കൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ. തോട്ടുങ്കൽ നഴ്സറി എന്ന് പറഞ്ഞാൽ കുട്ടനാട് നിന്ന് തൃത്താല പോകുന്ന വഴി റൈറ്റിലേക്ക് റോഡുണ്ട്. അവിടെയാണ്, വലിയ നഴ്സറിയാണ്. വിശ്വസ്തയോട് കൂടിയിട്ട് വാങ്ങിക്കാൻ പറ്റും. സലാമക്കാൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സലാമക്കിൻ്റെ ചിരിയും വർത്താനം കേട്ടാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നും വാങ്ങിക്കാതെ അവിടെ നിന്ന് പോരില്ല. കണ്ട തൈ നമുക്ക് എത്ര നല്ല രീതിയിൽ. ഇത് അദ്ദേഹം എനിക്ക് ഫ്രീ ആയിട്ട്, എൻ്റെ വീട്ടിൽ അവർ ഡെലിവറിക്ക് വന്നപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ട് തന്ന ഒരു സീഡ്ലെസ് നാരകത്തിൻ്റെ തൈയാണ്. ഇതുമ്പോൾ നിറയെ കായ പിടിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് തന്ന ചെറിയ തൈയായിരുന്നു വാങ്ങിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ അതിൽ കായ പിടിച്ചിട്ടുണ്ട്. 2-3 ചെറുനാരങ്ങ ഞങ്ങൾ പൊട്ടിച്ചു. അത്യാവശ്യം നല്ല വലുതായിരിക്കും. മഞ്ഞ കളറിൽ വരും ഇത് പഴുത്താൽ. അപ്പോഴാണ് നമ്മളിത് പൊട്ടിക്കുക. ഇപ്പോൾ നിറയെ കായുണ്ട് തന്നെ. പിന്നെ ഇത് കൂടാതെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതൊരു ചൈനീസ് ബുഷ് ഓറഞ്ച് ഉണ്ടായിരുന്നു. അതിൽ എത്ര കായാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് എണ്ണിയാൽ തീരില്ല. അത്ര അധികം കായാണ് ഈ ചൈനീസ് ബുഷ് ഓറഞ്ചിൽ പിടിച്ചിട്ടുള്ളത്. 250 രൂപയ്ക്ക് വാങ്ങിയ ചെറിയ തൈയായിരുന്നു ഇത്. ഞാനിതിന് കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇടയ്ക്ക് സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ 19 പിന്നെ കുറച്ച് കോഴിക്കാഷ്ടം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കും. അതുതന്നെ അതിൻ്റെ വളം. വേറെ ഒന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. വെള്ളം ഡെയിലി നനയ്ക്കാറുണ്ട്. അതുപോലെ കടപ്പലാവിനും ഡെയിലി വെള്ളം നനയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡെയിലി വെള്ളം നനച്ചു കൊടുത്ത കാരണമായിരിക്കും ചക്കയൊന്നും കൊഴിഞ്ഞു പോകാതെ കിട്ടിയിട്ടുള്ളത്. ഒരു സാധനം കൂടെ ഇവിടെ ഫ്രീ ആയിട്ട് തന്നതാണിത്. ഇതിൻ്റെ പേരാണ് ഗ്രീൻ ചാമ്പ. ഇതുമേ കഴിഞ്ഞ പ്രാവശ്യം 3-4 കായ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നിറയെ കായ പിടിച്ചിട്ട് ചെറുതായിട്ട് ഇത് പൂത്തമാതിരി കാണുന്നുണ്ട്. അദ്ദേഹം വെറുതെ തന്നാട്ടത്. എൻ്റെ വീട്ടിൽ ഡെലിവറിക്ക് വന്നപ്പോൾ ഇതും സീഡ്ലെസ് ചെറുനാരങ്ങ എനിക്ക് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് തന്നതാണ്. പക്ഷേ അതൊന്നും വെറുതെ അല്ല, നല്ല രീതിയിൽ കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ നന്ദി സലാമക്ക.